ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് ഡൈകാസ്റ്റ് മോഡൽ, അതും ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസിൽ നിന്ന് തന്നെ അതിനെയായിരിക്കും അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു അൺബോക്സിങ് വീഡിയോ ആയിരിക്കും. എന്നാൽ നമുക്ക് മുമ്പോട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന രണ്ട് മോഡൽ. ഇത് നമ്മുടെ ബാക്കിയുള്ള മോഡലുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് മിറ്റ്സുബിഷിൻ്റെ എക്ലിപ്സ് എന്ന് പറയുന്ന ബ്രയൻ ഓടിച്ച വണ്ടിയാണ്. ഇത് ഡോമിൻ്റെ മാസ്ഡ RX-7 എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് ടു ഫാസ്റ്റ് ടു ഫ്യൂരിയസ് അതോ അതിൻ്റെ മുമ്പത്തെ പാർട്ടിൽ ഈ രണ്ട് വണ്ടിയും ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ രണ്ടെണ്ണത്തിനെ ഇപ്പം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇപ്പോൾ ടൂൾസ് എല്ലാം ഇവിടെ സെറ്റാണ്. നമുക്കാദ്യം ഇതേന്ന് തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും സെയിം ആ മൂവിയിലുള്ള പോലെ തന്നെ ഈ കാർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇനി ഇവിടെ നിന്ന് അൺസ്ക്രൂ ചെയ്ത് പുറത്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഇതിന്. ഡോറ് തുറക്കും, ഇങ്ങനെ എൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ഡിക്കി തുറക്കും, നോസിൻ്റെ സിലിണ്ടർ ഇരിക്കുന്നത് കാണാം. നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഗൈസ് ഇത്. ഇതും തുറക്കേണ്ടതാണ്. ഇതേണ്ട ഇഞ്ചിൻ ബേ. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ആദ്യത്തെ മോഡല്, മിറ്റ്സുബിഷിൻ്റെ എക്ലിപ്സ്. ഗൈസ്, ഇനി അടുത്ത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന മാസ്ഡാൻ്റെ RX-7 ആണ്. അപ്പം ഇതിൻ്റെയും സെയിം ഇതുപോലെ രണ്ട് ടേപ്പ് കാണും, അപ്പുറം ഇപ്പുറം. പുറകിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ഗൈസ്. ഗൈസ്, ഇതാണ് വണ്ടി അകത്തുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല പെയിൻറ്റ് ജോബും ലിവറി എല്ലാം കറക്റ്റ് തന്നെ, എല്ലാം കറക്റ്റ്. ഡോറൊക്കെ തുറക്കും, അകത്ത് ഇൻറ്റീരിയർ, നോസിൻ്റെ സിലിണ്ടർ, രണ്ട് സബ് വൂഫർ. നമുക്ക് ഇതിനെ ഊരാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ നമുക്ക് സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റാം. നല്ല ടൈറ്റാണ് ഗൈസ് ഇത്. നല്ലൊരു ബലം ഇട്ട് തന്നെ തുറക്കണം. ഒത്തിരി ബലം ഇടാനും പറ്റത്തില്ല, മേളിൽ ഇങ്ങനെ വണ്ടിയെ പിടിക്കുന്നതുകൊണ്ട് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നിത്. RC കാറും ഇതിൻ്റെ വ്യത്യാസം അതാ ഗൈസ്. ഇത് നമുക്ക് മേടിച്ചിങ്ങനെ ഷോ കേസിലൊക്കെ വെക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ആ സമയത്ത് RC കാറൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ കൂടെ ഓടിക്കാം, എന്തും ചെയ്യാം, പിന്നെയും ഓടിക്കാം. എവിടെയെങ്കിലും ഇരുന്നാൽ മതി, ഇത് ഉന്തിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല നമുക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ വണ്ടി. ഇതിനകത്ത് ഇതുപോലെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിൻ്റെ ഇതുപോലെ ഡോറൊക്കെ തുറന്ന് വരും. നിങ്ങൾക്ക് കാണാം, ഇൻറ്റീരിയറൊക്കെ നല്ല റബ്ബറിൻ്റെ ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ടെയിൽ കാണാം, പുറകത്തെ ഇത് തുറന്ന് വരും. നൈട്രസിൻ്റെ സിലിണ്ടർ, രണ്ട് സബ് വൂഫർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോണറ്റൂടെ തുറക്കാം നമുക്ക്.
അപ്പോൾ ഇതിൻ്റെ ബോണറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഇഞ്ചിൻ കാണാം. നല്ല ഡീറ്റെയിലിംഗ് ഇല്ല ഈ വണ്ടിയും വന്നേക്കുന്നത്. ആ മൂവിയിൽ എങ്ങനെയായിരുന്നോ എക്സാക്റ്റ് അതുപോലെ തന്നെ. സ്പോയിലറൊക്കെ കാണാം. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ വണ്ടീൻ്റെ. നമ്മുടെ ഈ വണ്ടിയും ഇവിടെ വന്ന് നിൽക്കുന്നു. നമ്മുടെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതായിരുന്നു കളക്ഷനിൽ വന്ന 2 പുതിയ മോഡൽ. ഇത് ലാൻസർ റെവല്യൂഷൻ 7, നിസാൻ 350Z, ബ്ലാക്ക് ടൊയോട്ട സൂപ്ര, ഇംപ്രസ WRX, ഇത് ടൊയോട്ട സൂപ്ര, നിസാൻ GTR, പോഷ് GT2 RS എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കളക്ഷനിലുള്ള വണ്ടികൾ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് പിന്നീടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ.